എൻ്റെ 76 എൻ്റെ അമ്മയുടെ മരണത്തോടു കൂടി നടന്ന മറ്റൊരു മരണമാണ് കുടുംബ പ്രാർത്ഥന. ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലുന്ന പതിവ് അവിടെയില്ല. മിലിറ്ററിയിൽ ഞാൻ അല്പം മദ്യമൊക്കെ കൊണ്ടുവരും, അത് കുടിക്കും. ഞങ്ങൾ സഹോദരങ്ങളും സുഹൃത്തുക്കളൊക്കെ അങ്ങനെയുള്ള ധ്യാനം കൂടിയപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരാഗ്രഹമായിരുന്നു ആ പ്രാർത്ഥന തുടങ്ങണം. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ഇളയ ആളാണ്. എൻ്റെ മൂത്ത സഹോദരന്മാരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല, എനിക്കറിയാം. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചേട്ടൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടടാ ധ്യാനം? ഞാൻ പറഞ്ഞിരിക്കും പറയാം. ആവേശത്തോടുകൂടി ഞാൻ സംസാരിച്ചു, അവരത് ശ്രദ്ധിച്ച് കേട്ടു. ഇങ്ങനെ അവസാനിപ്പിച്ച് ഞാൻ, നിങ്ങളും അടുത്ത ധ്യാനത്തിന് പോകണം. അപ്പോൾ അവർ പുച്ഛഭാവത്തിൽ പറഞ്ഞു, നീ മിലിറ്ററിയിൽ നിന്ന് അവധിക്ക് വന്നതല്ലേ, നിനക്ക് സമയമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവർ ധ്യാനവും പ്രാർത്ഥനയായിട്ട് നടന്നാൽ പറ്റില്ല, നീ 2 ധ്യാനം കൂടെ കൂട്ടിയിട്ട് പോയാൽ മതി. ഇതാണ് അവരിന്ന് കിട്ടിയ മറുപടി. എനിക്ക് വിഷമം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു, പട്ടാള ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു കുർബാനയ്ക്ക് പോലും പോകാൻ അവസരമില്ല. 10-15 ദിവസം അവധി ബാക്കിയുണ്ട്, കിടന്നുറങ്ങിയിട്ട് എന്ത് കിട്ടാനാണ്? കാലത്ത് എഴുന്നേറ്റ് ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. ജ്യേഷ്ഠൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു നായർ യുവാവാണ് അത് ആദ്യം ശ്രദ്ധിച്ചത്. അദ്ദേഹം പറയുകയാണ്, പാപ്പച്ചൻ ചേട്ടൻ ഇപ്പോൾ ഭയങ്കര മാറ്റമാണല്ലോ. അപ്പോൾ ചേട്ടൻ പറയുകയാണ്, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂത്താൾ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണെങ്കിൽ, അപ്പം നമുക്കൊരു ധ്യാനത്തിന് പോയാലോ? അങ്ങനെ എൻ്റെ 2 സഹോദരങ്ങളും ഈ നായർ യുവാവ് ഉൾപ്പെടെ ധ്യാനത്തിന് വന്ന് 5 ദിവസം ദൈവവചനം കേട്ടു. ഇന്ന് അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ നല്ല പ്രാർത്ഥന സഹോദരൻ്റെ ഭവനങ്ങളിൽ ആരംഭിച്ചു. ഞാൻ പള്ളിയിൽ പോയത് അവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഞാൻ പറഞ്ഞതല്ല അവർ ശ്രദ്ധിച്ചത്. ധ്യാനത്തെക്കുറിച്ച് ഞാൻ 1 മണിക്കൂർ പറഞ്ഞതല്ല അവരെ സ്പർശിച്ചത്. ഒരു 8-10-12 വർഷമായി പള്ളിയിൽ കയറാൻ നടന്ന ഞാൻ ഇടദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് പോകുന്നതാണ് അവർ ശ്രദ്ധിച്ചത്. ഇതാണ് ജെറുസലേമിലെ സാക്ഷ്യം എന്ന് പറയുന്നത്. യൂദയ എന്ന് പറയുമ്പോൾ അത് അവനവൻ്റെ ഇന്നത്തെ അവനവൻ്റെ ഇടവകയാണ് യൂദയ എന്ന് പറയുമ്പോൾ. ഞാൻ എൻ്റെ ഇടവപ്പള്ളി വികാരിച്ചനെ കണ്ട് അറിയിച്ചു, അച്ചോ, പല സ്ഥലത്ത് ധ്യാനം കൂടി വന്ന ഒത്തിരി പേരുണ്ട്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. എന്ന് അതാ പറ്റിയത്. പണ്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടി വന്നു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുമായിരുന്നു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിൽ വന്ന പല മക്കളുടെയും മക്കൾ സെമിനാരിൽ പോയി, മഠങ്ങളിൽ പോയി, വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ ഒരു പ്രാർത്ഥന കൂട്ടായ്മയില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. അപ്പം അച്ഛൻ പറയാണ്, പാപ്പച്ചൻ തുടങ്ങി വയ്ക്കുക, അവധി കഴിയുമ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ആയിക്കൊള്ളാം. അങ്ങനെ എൻ്റെ ഇടവയിൽ എനിക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങാൻ പറ്റി. പിന്നെ എൻ്റെ സമരിയ എന്ന് പറയുന്നത് പട്ടാള ക്യാമ്പാണ്, നാനാജാതി മതസ്ഥരുള്ള സ്ഥലം. എനിക്ക് ഭയമാണ്. ഞങ്ങൾ അവധി കഴിഞ്ഞ് വരുമ്പോൾ, സുഹൃത്തുക്കൾ അവധി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് ആഘോഷിക്കുന്ന പതിവുണ്ട്. 2 മാസം കഴിഞ്ഞ് വരികയല്ലേ, നല്ല കുപ്പിയൊക്കെ വാങ്ങിച്ച് ഒന്ന് ആഘോഷിക്കും. അപ്പോൾ അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ മദ്യപാനം നിർത്തി എന്ന് അവരോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടോ? എനിക്ക് എന്നെ തന്നെയായിരുന്നു സംശയം. ഞാൻ ഈ വഴി മുഴുവൻ ട്രെയിനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. ഞാനവിടെ ചെന്ന് എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ മുറിയിൽ കയറി ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, കർട്ടൻ മാറ്റി വെച്ച് അവർ കാണാൻ വേണ്ടി ഒരു ബൈബിൾ മേശപ്പുറത്ത് കുത്തി നിർത്തി കൈ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലുക. ബൂട്ടിൻ്റെ ശബ്ദം വരാതെ കേൾക്കാം, നെഞ്ചിടിക്കുക. പിന്നെ ശബ്ദമില്ല, എനിക്കറിയാം അവർ ഗ്ലാസ്സിലൂടെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു നടക്കും. ഇത് കുറച്ച് ദിവസം 2-3 ദിവസം തുടർന്നു. പിന്നെ ആരും വരാറില്ല, നോക്കാറില്ല. അതോടുകൂടി ഇവിടെ ചില വൈദികർക്ക് 10-40 വർഷം ശുശ്രൂഷ ചെയ്ത് കിട്ടാത്ത പ്രൊമോഷനൊക്കെ എനിക്കവിടെ പെട്ടെന്ന് കിട്ടി. ഭക്തൻ, സിദ്ധൻ, മെത്രാൻ എന്നുള്ള വിളിപ്പേരൊക്കെ പെട്ടു. എന്ത് വിളിച്ചാലും വേണ്ടില്ല, എന്നെ അവരൊന്ന് ഒഴിവാക്കിയാൽ മതി, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തി കതക് മുട്ടുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അല്പസമയം പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ കതക് മുട്ടിയത്. കടന്നു വരാൻ ആവശ്യപ്പെട്ടു. ഒറീസാക്കാരൻ ബ്രാഹ്മണനാണ്. പട്ടാളത്തിൻ്റെ നിയമം അനുസരിച്ച് അവധിക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന് വരെയാണ് അവധിയെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അവധിക്ക് അപേക്ഷിക്കാം. ഇതാണ് നിയമം. ഒരു വ്യക്തി 6 ദിവസത്തെ അവധിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് 83 ദിവസം കഴിഞ്ഞ്. എൻ്റെ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അവനെ സിവിൽ ജയിലിലാക്കിയുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുക. വന്നിട്ട് 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ആരോട് പറയും സങ്കടം. അപ്പോഴാണ് അവൻ അറിയുന്നത് ഈ ബറ്റാലിയനിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് യഹോവയെന്ന് വിളിച്ചാണോ അള്ളാഹുവിനെ വിളിച്ചാണോ അതും തിരക്കിയില്ല, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ സങ്കടം പറഞ്ഞു. ഒരു വിജാതിയിലുള്ള എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം, ഗോപിനാഥ് ബെഹ്റ, എനിക്ക് നിൻ്റെ മതത്തെക്കുറിച്ച് എൻ്റെ മതത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഉള്ള അറിവനുസരിച്ച് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചൊരു ദൈവം,
ഒരു സൂര്യൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പോലെ ഒരു ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യർ പാപം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അത് മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി സ്വയം യാഗമായി കാൽവരി ക്രൂശിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. സാധിക്കുമെങ്കിൽ നിൻ്റെ കേസിൻ്റെ തീരുമാനം ആകുന്നത് വരെയെങ്കിലും നീ യേശുവിനോട് പ്രാർത്ഥിക്ക്, യേശു നിന്നെ സഹായിക്കും. ഒരു ബ്രാഹ്മണനോടുള്ള ആദ്യത്തെ പ്രസംഗമായതുകൊണ്ടാണ് കേസിൻ്റെ തീരുമാനം ആകുന്നത് വരെയെങ്കിലും എന്ന് സൂചിപ്പിച്ചത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അദ്ദേഹം തന്നത്. എൻ്റെ കേസിൻ്റെ തീരുമാനം എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യേശുവിനോടേ പ്രാർത്ഥിക്കൂ. ഇതാ തന്ന മറുപടി. അദ്ദേഹം ശാന്തമായിട്ട് കിടന്നുറങ്ങി. അന്നും ഇന്നും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ട് കടന്നു വരുന്നൊരു മകന്, ഒരു മകൾക്ക് യേശു ആദ്യം നൽകുന്നത്, നീ ഏത് പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്, നിൻ്റെ ഉറക്കം കെടുത്തുന്ന സംഭവം എന്താണോ, ആത്മാർത്ഥമായിട്ട് വന്നവർക്ക് വന്ന ആദ്യ ദിവസം കൊടുക്കുന്നത് ആത്മധൈര്യമാണ്. പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയാണ് യേശു കൊടുക്കുന്നത്. അവൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി. പക്ഷേ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്ത് മണ്ടത്തരമാണ് പറഞ്ഞത്. യേശു ആർമിയുടെ നിയമം മാറ്റി എഴുതുമോ? ഒരു ദിവസമല്ല 83 ദിവസമാണ് താമസിച്ച് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു അത്ഭുതം നടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു ഓഫീസർ പറയാണ്, ഈ ജവാൻ 15 വർഷം സേവനമനുഷ്ഠിച്ചിട്ട് ഒരു ശിക്ഷ പോലും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് നമുക്കിത് ക്ഷമിച്ച് അടുത്ത വർഷത്തെ 2 മാസത്തെ അവധി അയക്കേണ്ടെന്ന് വയ്ക്കാം, ജോലിയിൽ തുടരാൻ എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ? ബാക്കി 2 പേര് അതിനോട് യോജിച്ചു. അവൻ്റെ പേരിലുണ്ടാക്കിയ ചാർജ് ഷീറ്റ് അവർ കീറിക്കളഞ്ഞു. ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ മറ്റൊന്ന് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ അറിയില്ല. ഓരോ വാതിൽ തുറക്കപ്പെടുന്നതാണ്. ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുന്ന ഒരു അഗ്നി വീണ് കഴിയുമ്പോൾ അവൻ്റെ മുമ്പിൽ ആഗ്രഹമുണ്ടെങ്കിൽ വാതിൽ തുറക്കപ്പെടും. അവൻ ചെന്നിട്ട് അവൻ്റെ കൂട്ടുകാർ ചോദിക്കുക, നിനക്ക് ആർമി ഹെഡ് ക്വാർട്ടറിൽ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ആർമി ഹെഡ് ക്വാർട്ടറിലല്ല, എനിക്കുള്ള ആൾ ഈ ബറ്റാലിയൻ തന്നെയാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഒരുപക്ഷെ ബറ്റാലിയൻ കമാൻഡറിൻ്റെ ആരെങ്കിലും ആയിരിക്കും. അന്നൊരു 8-10 പേരെയും കൂട്ടിക്കൊണ്ടാണ് മുറിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ അറിയാത്ത 8-10 പേരിയ്ക്കുമ്പോൾ ഞാൻ ഈ കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. മലയാളം ബൈബിൾ വായിച്ച് ഹിന്ദിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവിടെയാണ് ശുശ്രൂഷയുടെ ആരംഭം. അപ്പോൾ അവർ സംശയം ചോദിക്കും, എനിക്കൊന്നും അറിയില്ല, നാളത്തെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഉത്തരം തരാം. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ബൈബിൾ തിരിച്ചു മറിച്ചും അതിൻ്റെ ഉത്തരം കണ്ടെത്തും. അപ്പോൾ അവർ 2 സംശയം ചോദിക്കും. വീണ്ടും ബൈബിൾ പരിശോധിക്കും. എന്നെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പട്ടാള ക്യാമ്പിൽ വെച്ച് എന്നെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. അത് ഇന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴതിൽ പലരും മാമോദിസ സ്വീകരിക്കാൻ താല്പര്യം കാണിച്ചു. അന്ന് ഞാൻ ശ്രീനഗർ ബിഷപ്പ് ഹൗസിൽ ഫാദർ ഡൊമിനിക്, എറണാകുളം സ്വദേശിയെ, ഞാൻ പറഞ്ഞ അച്ഛൻ ഒരു കത്തോലിക്കനാണെങ്കിലും 10-12 വർഷമായിട്ട് പള്ളിയായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ഇപ്പോഴ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഞങ്ങളുടെ മുറിയിൽ ഒരു 10-15-20 പേരെ, പല ഭാഷ സംസാരിക്കുന്ന പല മതത്തിൽപ്പെട്ടവർ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് അവരുടെ മാതൃഭാഷയിൽ ബൈബിൾ കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നമുക്ക് കത്തോലിക്ക സഭയിൽ ഇപ്പോഴങ്ങനെ എല്ലാ ഭാഷയിലുള്ള ബൈബിളില്ല. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അവരുടെ അഡ്രസ്സ് തരാം, എഴുതി നോക്കാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ 30 രൂപ അയച്ചു കൊടുത്താൽ ആവശ്യപ്പെടുന്ന ഭാഷയിൽ ബൈബിൾ കിട്ടാൻ തുടങ്ങി. ഗ്രൂപ്പ് വളരാൻ തുടങ്ങി. പലരും മാമോദിസ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, അത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ നാട്ടിൽ ഓരോ മതസ്ഥർക്കും ഓരോ കിണറാണ്. ഇവർ തന്നെ പട്ടാളത്തിന് ചെല്ലുമ്പോൾ ആ മകനാണെങ്കിലും മകന് ഭക്ഷണം കൊടുക്കാൻ അമ്മ ഒരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അവൻ പട്ടാളത്തിന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അശുദ്ധനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അവിടെ നിനക്കിതൊക്കെ സൂക്ഷിക്കാൻ പറ്റുമോ? പലരും പിന്മാറി. പക്ഷെ 3 പേര് ഉറച്ചു നിൽക്കുക. 2 ഒറീസാക്കാരും 1 ആസാംകാരനും, ബ്രാഹ്മൺസാണ്. ഞാൻ അവരെ ശ്രീനഗർ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഈശോയുടെ വചനം ഞാൻ ഓർത്ത്, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. ഒരു കുഞ്ഞ് ഏത് കുടുംബത്തിൽ ജനിക്കുന്നോ ആ വിശ്വാസത്തിൽ വളരുക സ്വാഭാവികമാണ്. നമ്മളന്ന് നമ്മുടെ മതം തിരഞ്ഞെടുത്തതല്ല. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു, ക്രിസ്ത്യാനിയായി. മറ്റൊരു സമുദായത്തിൽ ജനിക്കുന്നു, ആ സമുദായത്തിൽ വളരും. അതുകൊണ്ട് അവിടെ തന്നെ തളയ്ക്കപ്പെടണം എന്നർത്ഥമില്ല. ഈശോ ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ ഒറ്റ ക്രിസ്ത്യാനികളില്ലായിരുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. യേശുവിൻ്റെ 2ാം വരവ് തുടരേണ്ടതാണ്. അപ്പം ദൈവം അവരെ തിരഞ്ഞെടുത്തവരാണെങ്കിൽ അവർക്ക് ജ്ഞാനസ്നാനം നിഷേധിക്കാൻ ഞാൻ ആരാ? അച്ഛൻ സംസാരിച്ചു. അച്ഛന് മനസ്സിലായി ഇവർ ദൈവം തിരഞ്ഞെടുത്തതാണ്.
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു. അവർ നമസ്കാരമൊക്കെ പഠിപ്പിച്ചു. 84 ശ്രീനഗർ ബിഷപ്പ് ഹൗസിൽ വെച്ച് 3 ബ്രാഹ്മണ സുഹൃത്തുക്കൾ മാമോദിസ സ്വീകരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം തമ്പുരാൻ എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ചിന്തകൾ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. മിലിറ്ററി ചേരുമ്പോൾ എൻ്റെ ലക്ഷ്യം ഒരു പട്ടാളക്കാരന് എത്ര പ്രൊമോഷൻ വാങ്ങിക്കാൻ പറ്റും വാങ്ങിക്കണം. നാളെ നാട്ടിൽ വന്ന് എക്സ് മിലിറ്ററി ആണെന്ന് പറഞ്ഞ് കറങ്ങി നടക്കരുത്. നല്ല ജോലിയിൽ പ്രവേശിക്കണം. ഏത് കോഴ്സ് ചെയ്താലാണ് മിലിറ്ററിയിൽ നല്ല ജോലിക്ക് സാധ്യതയുള്ളത്? വളരെ പ്രയാസമുള്ളൊരു കോഴ്സാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും പ്രയാസമുള്ള കോഴ്സ് തന്നെ ഫിസിക്കൽ ട്രെയിനിങ്. ഇന്ത്യൻ ആർമിക്ക് 5 കമാൻഡ് സ്കൂളുകളാണുള്ളത്. ഒരേ സമയത്ത് കോഴ്സ് ആരംഭിക്കുക. സിംനയിലായിരുന്നു എൻ്റെ 3 മാസത്തെ കോഴ്സ്. 70% കൂടുതൽ മാർക്ക് കിട്ടുന്നവരെ തിരഞ്ഞെടുത്ത് പൂനെ സെൻട്രൽ സ്കൂളിലേക്ക് അയക്കും. അത് ഒന്നേ ഉള്ളൂ. അവിടെ 6 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ ആർമി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ കോഴ്സ് പൂർത്തിയാക്കിയ APTC സർട്ടിഫിക്കറ്റ് കിട്ടും. ഏതെങ്കിലും സ്കൂളിൽ ഡ്രിൽ മാസ്റ്ററായിട്ട് ജോലി പ്രവേശിക്കാം. കുറച്ച് റബ്ബറൊക്കെ വയനാട്ടിൽ നട്ടുപിടിപ്പിച്ചു. ഒരു ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. അപ്പോൾ എൻ്റെ പെൻഷൻ, എൻ്റെ ജോലി, റബ്ബർ തോട്ടത്തിൻ്റെ ആദായം, ഭാര്യയുടെ ശമ്പളം, സുഖമായിട്ട് കുടുംബം മുന്നോട്ട് പോകും. പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, മോനെ, ഒരു പട്ടാളക്കാരൻ്റെ സത്യപ്രതിജ്ഞ എന്താണ്? അവൻ്റെ ട്രെയിനിങ് കഴിയുമ്പോൾ മതഗ്രന്ഥം കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ സത്യം ചെയ്യണം: അവസാനത്തുള്ള രക്തം വരെ, ശ്വാസം വരെ, വെടിയുണ്ട വരെ, ആകാശത്തിലൂടെയും വെള്ളത്തിലൂടെയും തീയിലൂടെയും പോകേണ്ട വന്നാലും ഞാൻ രാജ്യത്തിന് വേണ്ടി പൊരുതും എന്നാണ് സത്യം ചെയ്യേണ്ടത്. അപ്പം പരിശുദ്ധാത്മാവ് ചോദിക്കാൻ, മോനെ, 71 അനേകർ പടഞ്ഞു വീണപ്പോൾ ഒരു വെടിയുണ്ട നിൻ്റെ നെഞ്ചിൽ കയറിയിരുന്നെങ്കിൽ നീ ഏത് ജോലിയുള്ള പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടും? ഏത് PT ഇൻസ്റ്റിറ്റ്യൂട്ട് ശമ്പളം വാങ്ങും? എന്തുകൊണ്ട് നിനക്ക് ശേഷിച്ച കാലം എനിക്ക് വേണ്ടി ജീവിച്ചുകൂടാ? എനിക്ക് നിൻ്റെ രാജ്യം, നീ പോയി പട്ടാളത്തിൽ ചേർന്നു, അങ്ങോട്ട് പോയി പാകിസ്ഥാൻ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൈന. എൻ്റെ രാജ്യം സ്നേഹ സാമ്രാജ്യമാണ്, ഇതിനതിരില്ല. ഈ ജോലിക്ക് വേണ്ടി ഇത്ര വലിയൊരു സമർപ്പണം നടത്താമെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് സമർപ്പിച്ചുകൂടാ? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിവേചന വരം. ആരംഭഘട്ടത്തിൽ വിവേചന വരം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലും ശുശ്രൂഷ മേഖലയിലും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള അരൂപി പ്രവർത്തിക്കുന്നുണ്ടാവും. ഒന്ന് മനുഷ്യാരൂപി, മനസ്സിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രേരണ. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ചാൽ പ്രശ്നമുണ്ടാകും. ദുഷ്ടാരൂപി തരുന്ന ചില ചിന്തകൾ, ചില പ്രേരണകൾ, പരിശുദ്ധാത്മാവ് തരുന്ന ചില പ്രേരണകൾ. ഇത് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും പലപ്പോഴും. ബഹുമാനപ്പെട്ട മാത്യു നായിക്കുമ്പലച്ചൻ പോലും ഒരുമിച്ചിരുന്ന് ടീമങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം കണ്ടാൽ പറയും, ഞാൻ ഇങ്ങനൊരു ദർശനം കാണുന്നു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, അതിൻ്റെ സന്ദേശം എന്താണ്? അപ്പോഴാണ് അതിന് വ്യക്തമായിട്ട് വരുന്നത്. അപ്പോൾ ഈ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത, വിവാഹ ജീവിതം വേണ്ടെന്ന് വയ്ക്കുക, പട്ടാള ജോലി വേണ്ടെന്ന് വയ്ക്കുക, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, ഇത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കഠിനമായ എതിർപ്പ് ഞാൻ നേരിടേണ്ടി വരും. വട്ടാണെന്ന് പറയും, പരിഹസിക്കും. അതൊന്നും കുഴപ്പമില്ല. ഇത് ദൈവത്തിൽ നിന്നാണോ ഈ ചിന്ത എന്നറിയണം. ആരോട് ചോദിക്കും? എന്നെ ധ്യാനിപ്പിച്ച ധ്യാനഗുരു പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വാസം പോരാ. ഒരടയാളം ചോദിച്ചു ദൈവത്തോട്. മിലിറ്ററി ചേർന്ന് എനിക്ക് 15 വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ് എന്നെ പെൻഷൻ അയക്കണം, പക്ഷേ പ്രൊമോഷൻ ഉണ്ടാകാൻ പാടില്ല. എനിക്കുള്ള പ്രൊമോഷൻ അനുസരിച്ച് ഞാൻ 22 വർഷം സർവീസ് ചെയ്യണം. അതിനിടയിൽ വീണ്ടും പ്രൊമോഷൻ കിട്ടും. ഇന്ന് ഗവൺമെൻറ് എന്നെ അയക്കണമെങ്കിൽ ഞാൻ 32 വർഷം സർവീസ് ചെയ്യാൻ കടപ്പെട്ടവനാണ്. പക്ഷെ ഒരു വകുപ്പുണ്ട്, 15 പൂർത്തിയാക്കി പ്രൊമോഷൻ ഉണ്ടെങ്കിലും സ്വയം വിരമിക്കലിന് അപേക്ഷിക്കാനുള്ളൊരു വകുപ്പുണ്ട്. ഇതൊരു അടയാളമായിട്ട് സ്വീകരിച്ചു. എൻ്റെ കോറിൽ, എൻ്റെ റാങ്കിൽ, എൻ്റെ ഗ്രേഡിൽ, എൻ്റെ ട്രേഡിൽ ശരാശരി ഇത്ര ജവാൻ ഉണ്ടാവണമെന്നൊരു കണക്കുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഡിസ്ചാർജ് തരുന്നതിന് കുഴപ്പമില്ല, കുറവാണെങ്കിൽ അയക്കാതിരിക്കാം. ഇതൊരു അടയാളം. പട്ടാള ജോലി രാജിവെച്ച് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് മരണം വരെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹം, അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഞാനിതൊരു അപേക്ഷ സമർപ്പിക്കുന്നു. അത് സാധിച്ചു കിട്ടണം. അത് ദൈവഹിതമായിരുന്നത് കൊണ്ട് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഡിസ്ചാർജ് പെൻഷനോടുകൂടി 84 ഡിസ്ചാർജ് അനുവദിച്ച് കിട്ടി. ആ മിഷൻ ഗണ്ണെല്ലാം അവിടെ വെച്ച് ഈ ആയുധമായിട്ട് ഇറങ്ങിത്തിരിച്ചു. ഇനി ഇവിടെ ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ സഭയിൽ എവിടെ ശുശ്രൂഷ ചെയ്യും? ആര് എനിക്ക് വാതിൽ തുറന്നു തരും? ബഹുമാനപ്പെട്ട വൈദികർ പറയില്ലേ, അതിന് ഞങ്ങളിവിടെ ഉണ്ട്. അത് ഞാൻ നോക്കിയില്ല. വിളവധികം വേലക്കാരോ ചുരുക്കൊന്ന് വിലപിച്ച
നാഥൻ പറഞ്ഞിട്ടാണല്ലോ. മാനന്തവാടി രൂപതയിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അവിടുത്തെ അച്ഛൻ ധ്യാനഗുരുവായിരുന്നു അവിടുത്തെ ഫാദർ ജോർജ് മേമന. അച്ഛനൊരിക്കലും ധ്യാനം നടത്തുകയാണ്. ആ ധ്യാനത്തിൽ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ധ്യാന ടീമിൽ ഒരംഗമായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. എന്നെ ധ്യാനിപ്പിച്ച അച്ഛൻ തൊടുപുഴ എഴുമുട്ടത്ത് ഒരു ധ്യാനമന്ദിരം തുടങ്ങുന്നു. അവിടെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. ധ്യാനത്തിൽ വന്ന ചില വൈദികർ അവരുടെ ഇടവകയിൽ ധ്യാനം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഏതാണ്ട് 500-ൽ പരം ധ്യാനങ്ങൾ, ഏകദേശം എൻ്റെ കയ്യിലുള്ള ഡയറി നോക്കിയിട്ട് ഇടവക ധ്യാനങ്ങൾ, ഞാനൊരു പാട്ടുപാടി സഹായിക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 5 ദിവസത്തെ ധ്യാനം 500-ൽ പരം ഇടവകളിൽ 42 വർഷമായിട്ട് 10-12 രാജ്യങ്ങളിൽ. അക്ഷരം പ്രതി അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1:8 എന്നിൽ നിറവേറിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പം യേശു വാഗ്ദാനം ചെയ്തത് ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ആ ശക്തി കൊണ്ടാണ് നമ്മുടെ ഏത് വിളി അനുസരിച്ചും ഒരു നല്ല ക്രിസ്ത്യാനിയായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല മാതാവായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല ഭർത്താവായി ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൂടാതെ സാധ്യമല്ല. ഇന്ന് വ്യക്തികളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലുള്ള തകർച്ചയുടെ പ്രധാന കാരണം ദൈവാത്മാവോട് സഹകരിക്കാത്തതാണ്. എന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നോ അന്ന് മുതൽ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരും, കുടുംബത്തിൽ മാറ്റം വരും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ലെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ, നമ്മുടെ വിളി അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? നമ്മളതിനെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ